നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഏറെ വർഷങ്ങളായിട്ട് പറഞ്ഞു വരുന്ന ഒന്നാണ്, ബജറ്റിലുമൊക്കെ വകയിരുത്തിയിട്ടുള്ള ഒന്നാണ് ശബരി റെയിൽപാത. ശബരിമലയുടെ വികസനത്തിന് അനിവാര്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പോൾ 2014 BJP സർക്കാർ വരുന്ന കാലം മുതൽ ഒന്നുകൂടി അതിനെ ഉണർവുള്ളതാക്കി മാറ്റി. ഇപ്പോഴിതാ അങ്കമാലി എരുമേലി ശബരി റെയിൽപാത പദ്ധതിയുടെ പകുതി ചെലവ് വഹിക്കുന്നതിൽ തീരുമാനം മുഖ്യമന്ത്രിക്ക് വിട്ടിരിക്കുകയാണ് ധനവകുപ്പ്. നിർമ്മാണ ചെലവായി വേണ്ടിവരുന്ന 3800 കോടിയുടെ പകുതി, ഏതാണ്ട് 1900 കോടി കേരളം വഹിക്കണമെന്നാണ് റെയിൽവേയുടെ ആവശ്യം. ഇത് സംബന്ധിച്ച് 3 മാസമായി ധനവകുപ്പിൻ്റെ പരിഗണനയിലുള്ള ഫയൽ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിക്ക് കൈമാറി. ഉറപ്പ് നൽകിയാൽ പിന്മാറാനാവില്ല എന്നതിനാൽ തീരുമാനം മുഖ്യമന്ത്രി കൈക്കൊള്ളട്ടെ എന്നാണ് ധനവകുപ്പിൻ്റെ നിലപാട്. പദ്ധതി ചെലവ് 2815 കോടിയായിരുന്നപ്പോൾ അതിൻ്റെ പകുതി വഹിക്കാൻ കിഫ്ബിയിൽ നിന്ന് പണം അനുവദിക്കാൻ 2021 ജനുവരിയിൽ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചെങ്കിലും തുടർ നടപടി ഉണ്ടായില്ല. 2018 ചെലവ് പങ്കിടലിൽ നിന്നും പിന്മാറി 3800 കോടിയായി എസ്റ്റിമേറ്റ് പുതുക്കിയപ്പോഴാണ് പകുതി ചെലവിന് റെയിൽവേ രേഖാമൂലമുള്ള ഉറപ്പ് ആവശ്യപ്പെട്ടത്. ഇത് സംബന്ധിച്ച് സംസ്ഥാന ഉത്തരവിറക്കുകയും ധാരണാപത്രം ഒപ്പിടുകയും ചെയ്ത ശേഷമേ പുതിയ എസ്റ്റിമേറ്റ് റെയിൽവേ ബോർഡ് അംഗീകരിക്കൂ. ശബരിപാതയ്ക്ക് പകരമായിട്ട് ചെങ്ങന്നൂർ പമ്പ പാതയുടെ സർവേ റെയിൽവേ നടത്തുന്നതിനാൽ അതിൻ്റെ വിശദാംശങ്ങൾ അറിഞ്ഞ ശേഷമാവാം ചെലവ് പങ്കിടുന്നതിൽ തീരുമാനമെന്നാണ് സർക്കാർ നിലപാട്. ഈ ചെങ്ങന്നൂർ പമ്പ പാത എന്നുള്ളത് അതൊരു ആകാശപാതയാണ്. അത് വരുന്ന സമയത്ത് ചെങ്ങന്നൂരിൽ നിന്ന് 1 മണിക്കൂർ കൊണ്ട് പമ്പയിൽ എത്തിച്ചേരാം. ഇപ്പോൾ ഏതാണ്ട് ചെങ്ങന്നൂരിൽ നിന്ന് 3 മണിക്കൂർ വരെയാണ് പമ്പയിലെത്താൻ എടുക്കുന്ന സമയം. അതുകൊണ്ട് ഈ ചെലവ് പങ്കിടുന്നതിൽ ഈ പദ്ധതിയുടെ കാര്യം എന്താണെന്ന് അറിഞ്ഞിട്ടാകാമെന്നാണ് സർക്കാരിൻ്റെ ഒരു നിലപാട്. ചെങ്ങന്നൂർ പമ്പ പാത ശബരിമല തീർത്ഥാടകർക്ക് മാത്രം പ്രയോജനപ്പെടുന്നതാണ്. ശബരിപാത ശബരിമല തീർത്ഥാടകർക്ക് സൗകര്യമാകുന്നതിനൊപ്പം എറണാകുളം, കോട്ടയം, ഇടുക്കി ജില്ലകളുടെ സാമ്പത്തിക വികസനത്തിനും വേഗം കൂട്ടും. ഭാവിയിൽ പുനലൂരിലേക്കും തിരുവനന്തപുരത്തേക്കും നീട്ടാനുമാവും. സമ്മതിച്ചില്ലെങ്കിൽ എന്തായാലും 100 കോടി പാഴാവും. സമ്മതിക്കാതിരുന്നാൽ കേന്ദ്ര ബഡ്ജറ്റിൽ പദ്ധതിക്കായി വകയിരുത്തിയതാണ് ഇത്രയും തുക പാഴാകാൻ പോകുന്നത്. കിട്ടിയാലേ പദ്ധതി മരവിപ്പിച്ച് 2019 ഉത്തരവ് റെയിൽവേ റദ്ദാക്കി ഭൂമി ഏറ്റെടുക്കലടക്കം തുടങ്ങും. 1997 റെയിൽവേ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ച അങ്കമാലി എരുമേലി 111 കിലോമീറ്റർ ശബരിപാതയിൽ അങ്കമാലി കാലടി 7 കിലോമീറ്ററും പെരിയാറിൽ മേൽപ്പാലവുമാണ് നിർമ്മിച്ചത്. 104 കിലോമീറ്റർ പാതയാണ് നിർമ്മിക്കേണ്ടത്. ഇനി 274 ഹെക്ടർ ഭൂമി ഏറ്റെടുക്കണം, 14 സ്റ്റേഷനുകൾ നിർമ്മിക്കണം.